ഈവനിങ്, നമസ്കാരം, സ്വാഗതം, വണക്കം. ലോകമെമ്പാടുമുള്ള സി കേരളത്തിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ലെറ്റ്സ് ബിഗിൻ ദ ഷോ. ദാറ്റ് ഈസ് ബോയിങ്. സൂരജ്, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, ദീപനും സൂരജുമായിട്ട് രണ്ട് ടീം ഇവിടെ മത്സരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ ടീം സ്പിരിറ്റ്, നിങ്ങൾ തമ്മിൽ ഭയങ്കര വാശിയാണ് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഒരു ടീം തോൽക്കുമ്പോൾ നമ്മുടെ റിയാക്ഷൻസ് കാണുമ്പോൾ, അതുപോലെ ടീം ജയിക്കുമ്പോൾ നമ്മുടെ സന്തോഷം കാണുമ്പോൾ, അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് മത്സരവും യുദ്ധമാണെങ്കിൽ പോലും രണ്ട് ഓപ്പോസിറ്റ് കക്ഷികൾ ഉണ്ടെങ്കിലേ അവിടെ പോരാട്ടം ഉണ്ടാവും. അത് വെച്ചാല് നമ്മളോട് പ്രത്യേകിച്ച് ഇതൊരു ഗെയിം ഷോ ആണ്, ഇത് എൻജോയ് ചെയ്യേണ്ട സംഭവമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരം നടക്കുന്ന സമയത്ത് നമ്മൾ ഏത് മനുഷ്യന്റെ പുരാണത്തിൽ എടുത്തു കഴിഞ്ഞാൽ, മഹാഭാരതം എടുത്തു കഴിഞ്ഞാൽ എന്താണ്, കുരുക്ഷേത്ര യുദ്ധം തന്നെ ഉണ്ടായത് എന്താണ്, എങ്ങനെ ഉണ്ടായത്? ഒരു ടീം വാളും പരിചയം എടുത്തിട്ട് വന്നു. പക്ഷെ അതല്ല ഉണ്ടായത്, അങ്ങനെ ഒരു ചൂതുകളിൽ ഉണ്ടായത്. അതാദ്യം മനസ്സിലാക്കുന്നത്. യുദ്ധം ഉണ്ടാവുന്നതിന് കാരണം ഉണ്ടോ അവിടെ? ഇതുകൊണ്ടാണ് ഞാൻ ഈ വേണ്ടാത്ത കളിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് മാച്ച് വരുമ്പോ നമ്മുടെ ഒരു വാശി കാണണം, അല്ലേ? ഇപ്പൊ തന്നെ ഈ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ തന്നെ നമ്മൾ ടീമുകൾ തിരിഞ്ഞുകൊണ്ടുള്ള ആ ഒരു യുദ്ധം, ഇന്ത്യ ജയിക്കാൻ വേണ്ടിട്ട് നമ്മൾ ടിവിയിലെ മുന്നേറുന്ന ആർപ്പുള്ളിയാണ്. അതുപോലെ തന്നെ ബോയും പോലെ ടീം ദീപന്റെയും ടീം സൂരജിന്റെയും വരുമ്പോ ടീം ദീപൻ ജയിക്കാൻ വേണ്ടിട്ട് ഈ പ്രേക്ഷകരുടെ വിളി സഹിക്കാൻ പറ്റുന്നില്ല. എന്താണെന്നറിയില്ല, ആ വിളി തീരെ കേൾക്കാനില്ല. മറിച്ചിട്ടാണെങ്കിൽ സൂരജിന്റെ ടീം ജയിക്കാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ. കഴിഞ്ഞ ദിവസം ഇൻബോക്സിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? അതായത് എന്റെ ടീം വിജയിക്കാൻ വേണ്ടിട്ട് ഏതോ ഒരു ആരാധിക ഏതോ ഒരു അമ്പലത്തിൽ പോയിട്ട് 1001 അർച്ചനയൊക്കെ കഴിച്ചു. ആ കുട്ടിയുടെ പേരാണ് അക്ഷയ. കാരണം ഗൾഫിൽ ഇരുന്ന് അർച്ചന ചെയ്തിട്ട് അയച്ചതല്ലേ? അതല്ല, ഞാൻ അത് നിന്റെ ഭാര്യയുണ്ടോ? അല്ല, ഗൾഫിൽ അവിടെ അമ്പലമില്ല. എന്തായാലും ഒരുപാട് ടീം, ഒരുപാട് ആൾക്കാര് എന്റെ ടീം ജയിക്കാൻ വേണ്ടിട്ട് ഇല്ലേ? അവരെക്കാളും ആഗ്രഹിക്കുന്നത് നീയാണ്. നിന്റെ കഷ്ടപ്പാട് എനിക്ക് കാണാനുണ്ട്. എന്നാലും ഇന്നത്തെ മത്സരത്തിലും ചുണക്കുട്ടികൾ പോരാട്ടത്തിനായിട്ട് തയ്യാറായി കഴിഞ്ഞു. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ചുണക്കുട്ടികളെ, ലെറ്റ്സ് വെൽക്കം ദ ബ്യൂട്ടിഫുൾ ആൻഡ് സ്മാർട്ട് എനർജൈസിംഗ് ഗേൾസ് ഫ്രം ടീം എ ആൻഡ് ടീം ബി. ടീം എയെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, സാധാരണ ഇവിടെ വരുന്ന ഫ്രണ്ട്സ് വരാറുണ്ട്, ഇപ്പോ റിലേറ്റീവ്സ് വരാറുണ്ട്, അതുപോലെ തന്നെ കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്ന ആൾക്കാർ വരാറുണ്ട്, വീട്ടമ്മമാർ വരാറുണ്ട്. ഇന്ന് ഈ ടീം എയിൽ വന്നിരുന്ന 3 പേരും കസിൻസ് ആണ്. അറിയോ? ആദ്യം ടീം എയിൽ നിന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സാരംഗി. സ്വാഗതം. ഇതാരാണ് ഈ പേരിട്ടത്? സാരംഗി എന്നുള്ള അർത്ഥം എന്താ? സാരംഗ് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, അല്ലേ? ഓക്കെ. അപ്പൊ പാട്ട് പാടാനുള്ള കഴിവുണ്ടോ? ജനിച്ചു കഴിഞ്ഞ അച്ഛനും അമ്മയും ഈ സാരംഗ് എന്ന് പേരിട്ടു. പിന്നെയാണ് അറിയുന്നത് കുട്ടിക്ക് സാരംഗുമായിട്ട് ഒരു ബന്ധമില്ല. അച്ഛന്റെ അമ്മയുടെ പ്രതീക്ഷയായിരുന്നു ആ പേര്. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയുടെ പേരെന്താണ്? ശോഭന വത്സരാജ്. മോൾക്ക് ഈ പേരിടുമ്പോ വിചാരിച്ചിരുന്നു മോള് നല്ല പാട്ടുകാരിയാവും അല്ലെങ്കിൽ കലാകാരിയായിട്ടോ അങ്ങനെയാണ് ചിന്തിച്ചാണ് പേര്? അങ്ങനെയൊന്നും വിചാരിച്ചില്ല. പക്ഷേ എന്താണ് മിടുക്ക്? മോളുടെ മിടുക്ക് എന്താണ്? ടിക്ടോക്ക് ചെയ്യും നല്ലതുപോലെ. ടിക്ടോക്കിലാണ് മോള് മിടുക്കി. സാരംഗി എന്താ ചെയ്ത് പഠിക്കുന്നത്? ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ. ടീം എയിൽ നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്ന ആളുടെ പേരാണ് സ്നേഹ. വെൽക്കം. ഒരുപാടുണ്ട്. ഈ സ്നേഹ എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള പേരായതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടോ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നുമില്ല. നല്ലതാണോ മോശമാണോ? സ്നേഹിച്ചിട്ടുണ്ട്? ഇല്ല, ഇതുവരെ ആരെ സ്നേഹിച്ചില്ല. അതെന്താണ്? ഭയങ്കര ഒരു കല്ല് ഹൃദയമാണോ? അങ്ങനൊന്നുമില്ല. പിന്നെ എന്തിനാ വെറുതെ സ്നേഹിച്ച് വെറുതെ തേക്കാൻ നിൽക്കുന്നത്? ആദ്യമേ സ്നേഹിക്കുന്നതിന് മുമ്പേ ഉറപ്പാണ് ഞാൻ തേക്കാൻ പോവാണെന്ന്. അതുകൊണ്ട് ചെയ്തില്ല. സ്നേഹ വളരെ ലോലമായിട്ടുള്ള ഹൃദയത്തിന് ഉടമയാണോ അതോ ഭയങ്കര കാഠിന്യമേറിയ ഹൃദയത്തിന് ഉടമയാണോ? ലോലമായി. അപ്പൊ പെട്ടെന്ന് വന്ന ഒരാള് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോലം അലിയോ? അയാളെ നേച്ചറൊക്കെ നോക്കി. സ്നേഹയെ പോലെ ഒരു സുന്ദരിയെ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രണയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുടെ സാമ്പത്തികം എന്തൊക്കെ ഉണ്ടാവണം? പൈസ ഇല്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. കൊണ്ടല്ലോ ജീവിതം. ഓക്കെ, പൈസ ഇല്ലാത്ത ഒരാൾ വന്നിട്ട് പ്രണയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നല്ല സ്വഭാവമാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. അയാളുടെ ജീവിതം മൊത്തം ഉറപ്പാണോ? സ്നേഹയുടെ നാട്ടിലെ കല്യാണം കഴിക്കണം, സ്നേഹയെ പ്രണയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്കൊക്കെ ഒരു സുന്ദരമായിട്ടൊരു വാർത്തയാണ്. അതിന് മുന്നേ ഒരു കാര്യം ചോദിക്കണ്ട്. സ്നേഹ കൂടെ ആരാ വന്നിരിക്കുന്നത്? അമ്മ. ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതേ അച്ഛനും അമ്മയോടും കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. അമ്മയുടെ എന്താ പേര്? അമ്മ പറ. ഷേർലി. നാട്ടിൽ കോഴിക്കോട് അടുത്തുള്ള എഗരൂൽ. ഇപ്പൊ സ്നേഹ പറഞ്ഞു സാമ്പത്തികം ഒന്നും വിഷയമല്ല, നല്ല ചെറുക്കനായ ഇത് അമ്മയ്ക്കും വിഷയമല്ല. അങ്ങനെയാണോ? പക്ഷേ സാമ്പത്തികമല്ല, എനിക്കൊരു ജോലി അത്യാവശ്യം. ആ ജോലി എന്ന് പറയുന്നത് 10,000 രൂപ ശമ്പളമുള്ള ഒരാളാണ് കല്യാണം കഴിച്ചു കൊടുക്കുക. പക്ഷെ അവള് ഓക്കെ പറഞ്ഞ പിന്നെ ഞാൻ ഓക്കെ പറയും. താല്പര്യല്ലേ നമുക്ക്? അത് കണ്ടോ 100 വോൾട്ടിന്റെ ബൾബ് കത്തിയതുപോലെ മുഖം തിളങ്ങി. ഓക്കെ, അതെല്ലാം പോട്ടെ. എന്താ ചെയ്യുന്ന സ്നേഹ? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ്. ഇപ്പോഴൊന്നും കല്യാണം വേണ്ട, അത്യാവശ്യം പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങട്ടെ. ഇനിയിപ്പോ വേണമെങ്കിൽ വീട്ടിൽ ചിലം പറയാം. അമ്മ ബോയിങ് വെച്ച് അങ്ങ് പറഞ്ഞില്ല, ഇനിയിപ്പോ ഒരു മാസം കഴിഞ്ഞ് നമുക്ക് കല്യാണം
ആണോ നോക്കാം. അതൊന്നും വേണ്ട കേട്ടോ, അത്യാവശ്യം പഠിക്കട്ടെ. എന്താ അടുത്ത ആൾ നമുക്ക് പരിചയപ്പെടാം. അടുത്ത ആൾ ആലോചിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് കല്യാണം കഴിക്കാൻ മോഹം ഉണ്ടോ? ഹായ്, ഞാൻ ആതിര. അതിന് ഞാൻ പേര് പറയുമല്ലോ, എനിക്കറിയാം കുട്ടിയുടെ പേര്. ആതിര, എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ +2 കഴിഞ്ഞു. എത്ര A+ ഉണ്ടായിരുന്നു? A+ 2 എണ്ണം. രണ്ടെണ്ണേ ഉള്ളൂ. ബാക്കി B+. നിങ്ങള് കസിൻസ് ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ടാണോ ഇവിടെ വന്നത്? അത് ഇതെന്റെ ചേച്ചിയാണ്. ഇത് ചേച്ചി, ഇത് ചേച്ചി, ഇത് കസിൻ. നിങ്ങൾ ബോയിങ് എപ്പിസോഡ് കാണാറുണ്ടോ? ഓ നിങ്ങൾ മൂന്നരും കൂടെ വരാനുള്ള പ്ലാൻ വന്നപ്പോ ഒരുമിച്ചിരുന്ന് കണ്ടോ? അതെ, എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് പ്ലാനിങ്. ഏതൊക്കെ റൗണ്ടുകളിൽ എന്തൊക്കെ പ്ലാനിങ് ഒക്കെ ഉള്ളത്? അതൊന്നും പറയണ്ട അതൊന്നും കൊടുക്കല്. ഓപ്പോസിറ്റ് ടോപ്പ് സീക്രട്ട് ടോപ്പ് സീക്രട്ട് ആണ്. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള പ്ലാൻ ഇല്ലേ? ഓ ഓക്കെ, ഇനി എനിക്ക് തോന്നുന്നു ആദ്യം നല്ല പാട്ടൊക്കെ പാടുമെന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് ഓക്കെ, ശരി, എന്തായാലും ഒരു പാട്ട് കാച്ചിക്കേ. പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളേ, നിൻ കനവുണ്ടെൻ കണ്ണിൻ കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട്. പറയാനായി പലതും കാത്തുവെച്ചതെല്ലാം നിന്റെ കടുങ്കാപ്പി മിഴിയുന്നു കാണാൻ. ഞാനും ആ കരളിന്റെ കടവത്ത് കാത്തു. ടീം എ പരിചയപ്പെട്ടു. ഇനി ടീം ബിയിലേക്ക് പോകുമ്പോ ആദ്യം ഇരിക്കുന്ന ആള് ഈ വിമ്മുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ്. വിമിഷ എന്നാണ് കുട്ടിയുടെ പേര്. വിമിഷ്ട എന്നും പറയാം. സ്ത്രീകള് അതിനൊക്കെ അപ്പുറത്തെ വിമിഷയുടെ വലിയ പ്രത്യേകത, നമ്മളിങ്ങനെ തമാശയായിട്ട് പറഞ്ഞെങ്കിലും വിമിഷ ഒരു ഭയങ്കര കലാകാരിയാണ്. കലാ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് അല്ലെ വിമിഷ? ആ കുടുംബത്തിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞേ, പാരമ്പര്യം എന്ന് പറഞ്ഞേ. അമ്മ നന്നായിട്ട് പാട്ട് പാടും, പപ്പ പാടും, പിന്നെ ആന്റി മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. കലാഭവൻ മിമിക്രിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കുടുംബത്തിനകത്ത് കുറെ കലാകാരന്മാരാണുള്ള ട്രൂപ്പാണ്. അനിയൻ ഇപ്പോ നമ്മുടെ GS പ്രദീപ് സാറിന്റെ സ്വർണ്ണ മത്സ്യങ്ങൾ എന്ന മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ വയലാറിന്റെ അവാർഡ് ഇപ്പൊ വിമിൻ അനിയൻ വന്നിട്ടുണ്ട്. ഏതിനാ പഠിക്കുന്നത്? ഞാനിപ്പോ മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് ചെയ്യാം. ഓ വെരി ഗുഡ്. അതിനിടയ്ക്ക് ഒരു അവാർഡൊക്കെ കരസ്ഥമാക്കി. വെരി ഗുഡ്. നല്ലൊരു കൈയടി എല്ലാവരും കൂടെ ചേർന്ന്. അടിപൊളി. കൂടെ ഇരിക്കുന്ന ആള് ആന്റിയാണോ? ആന്റിയുടെ പേരെന്താ? രതികല പുന്നാട്. കറക്റ്റ് ആ ഒരു മിമിക്രി ആർട്ടിസ്റ്റിന് വേണ്ട പേരുണ്ട്. എന്താണ് ചെയ്യാൻ പോകുന്നത്? പട്ടിയുടെ ശബ്ദം. വിശേഷ ദിനങ്ങളിൽ മദ്യപിക്കും ഈ പട്ടി പഠിക്കൽ നിന്ന് ചോദിക്കും, എനിക്കും ഒരു ആഫ് തരുമോ എന്ന്. വീട്ടിൽ വളർത്തുന്ന നാടൻ പട്ടി ഞങ്ങളെ ഈ യജമാനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹപ്രകടനമുണ്ട്. അച്ഛൻ നല്ല മഞ്ഞ ഷർട്ട് മോര് കാച്ചി ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്, എന്നിട്ട് പറഞ്ഞിട്ടില്ല. അച്ഛൻ കലാപരമായിട്ട് എന്താ പറയുക? ഓക്കെ, അപ്പൊ ടീം ബിയിൽ നിന്ന് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദാറ്റ് ഈസ് വയനാടുകാരിയായിട്ടുള്ള വീണ. എവിടെയാ വീണേ? വീണ എന്താ ചെയ്യണേ? ഞാൻ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞു. ഏതാ സബ്ജക്ട് ഉണ്ടായിരുന്നേ? ഹ്യൂമാനിറ്റീസ്. വീണ വേറെ എന്താ പാട്ട്, ഡാൻസ് അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടോ? ഞാൻ ഡാൻസ് ചെയ്യും. അടിപൊളി ഡാൻസ്. എങ്ങനെയാണ്? സിനിമാറ്റിക് ആണോ അതോ ഭരതനാട്യം, മോഹിനിയാട്ടം? ഇപ്പൊ പാട്ടിട്ട് കഴിഞ്ഞ് പൊളിച്ച ഡാൻസ് കളിക്കോ? അപ്പൊ എനർജി ഒക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ ഉള്ള ആളാണ്. അപ്പൊ എന്തായാലും നമ്മുടെ മത്സരത്തിന് ഈ എനർജിയാണ് ഉടനീളം വേണ്ടത്. ആരാ കൂടെ ചെയ്യുന്നത്? ഞാൻ ഡ്രൈവറാ. ഞാൻ എല്ലാ വണ്ടിയും ഓടിക്കും. ഇപ്പൊ എന്ത് വണ്ടി എടുക്കണേ? ഇപ്പൊ ലോറിയിലാ പോണേ. ലോങ് ഓടോ? അപ്പൊ ഇപ്പൊ ലോങ് പോക്കില്ല, കേരളം മാത്രമേ ഓടുന്നുള്ളൂ. ഏറ്റവും ലോങ് പോയിട്ടില്ല ലോറി ആയിട്ട്? ഞാൻ ഒരുപാട് സ്ഥലം പോയിട്ടുണ്ട്, ഇന്ത്യ കംപ്ലീറ്റ് ഇറങ്ങിയ. ഇന്ത്യയിൽ കാശ്മീർ വരെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ലോറി എടുത്തിട്ട് പോയിട്ടുണ്ടോ? ആപ്പിൾ എടുക്കാൻ വേണ്ടിട്ടൊക്കെ പോയിട്ടുണ്ട്. ആപ്പിൾ എടുക്കാൻ പോയിട്ടുണ്ട്. കൊറേ ഇപ്പോഴല്ല, കൊറേ ആയി. ടോട്ടലി അപ്പൊ ഇന്ത്യയിലെ എല്ലാ റോഡുകളും പരിചയമുള്ള ആളാണ്. എല്ലാ റൂട്ടും അറിയാം. സൂപ്പർ, ഗ്രേറ്റ്.
ടീം ബിയിൽ ഒരാൾ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ടീം ബിയിലെ അവസാനം ഒറ്റയ്ക്കിരിക്കുന്ന ആളെ നമുക്ക് രാവിലെ കേൾക്കാൻ സാധിക്കും. കൗസല്യ സുപ്രജ രാമഭൂമ സന്ധ്യ പ്രവർത്തനേ കൗസല്യ. My name is Kausalya. I am studying Viscom second year. And you from Kerala or Kerala, but I am in Chennai. കേരള ആണ്, മലയാളിയാണ്, പക്ഷെ ചെന്നൈയിലാണ്. അപ്പൊ മലയാളം അറിയോ? Yeah. നല്ലോണം അറിയാം. നന്നായിട്ട്. അപ്പൊ കുഴപ്പമില്ല. ഞാൻ വെറുതെ കഷ്ടപ്പെടണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ബേജാറായിക്കൊണ്ടിരിക്കുകയാണ്. ബോയും കാണാറുണ്ടോ? Yeah, കാണും. കാണാറുണ്ട്. ഓക്കെ, ഏത് ഗെയിമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആ ഗെയിമിന്റെ പേരറിയോ? കളമശ്ശേരി അല്ല, കളമശ്ശേരി ചുരമല്ല, താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം. കുട്ടി പറയട്ടെ. താമരശ്ശേരി താമരശ്ശേരി ചുരം. താമരശ്ശേരി ശുനം. എന്നാ പിന്നെ അത് പറഞ്ഞിട്ട് പോയത് ചുണ അല്ല, ചുരം. ചുരം. അതിന് ഒരുമിച്ച് പറയൂ. താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം. താമരശ്ശേരി ശുരം. താമരശ്ശേരി ചുരം. ഓക്കെ, കേറിയാ മതി. ഓക്കെ, അപ്പൊ എന്തായാലും ടീം എക്കും ടീം ബിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതിനു മുന്നേ നമ്മൾ ആദ്യം പരിചയപ്പെടേണ്ട ഗെയിമാണ് സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരി പരിചയപ്പെടുന്നതിന് മുന്നേ നമ്മൾ ആദ്യം പരിചയപ്പെട്ട കുറച്ച് ആൾക്കാർ ഇതിനകത്തിരിപ്പുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അവരെ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ടീം എ ആൻഡ് ടീം ബി. നമ്മുടെ സവാരി എന്തിനാണ് ഈ എനർജി തന്നെന്നറിയോ? ഈ റൈറ്റ് സൈഡിൽ ബക്കറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിറക്കില്ലേ? ഈ മത്സരം എനർജി കുറച്ചതെന്നറിയോ? ഈ നടക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ്. അതൊന്നും നമുക്ക് വിഷയമല്ല. ഈ ബാഹുബലി ബോയ്സിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല പിള്ളേരല്ലേ, നല്ല ചേട്ടന്മാരല്ലേ? ചേട്ടന്മാരോട് പറയാനുള്ളൂ എന്ത്, അധികം ഒന്നും പുറത്തേക്ക് തള്ളിയിടരുത്. ഞങ്ങൾ സേഫ് ആയിട്ട് അങ്ങ് എത്തിക്കണം. ഇവർ രണ്ടും ടിൻസ് ആണോ സംശയം? ഇവർക്ക് ഒരു സെയിം കട്ട് പോലെ ഉണ്ട്. ഓക്കെ, വേറെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മെല്ലനൊക്കെ ഇതാക്കിയാൽ മതി, ഞങ്ങൾ പാവങ്ങളല്ലേ. അല്ല, പാവങ്ങളല്ല, ഞാൻ ഭയങ്കര ലോല ഹൃദയാണ്. ലോലിതയാണ് വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കാവുന്ന ഇവിടെ മെല്ലെ മെല്ലെ ആ പാട്ട് പാടി ചിലപ്പോ ഒരു മെല്ലെ വേണ്ട. ഓക്കെ, ആദ്യം വരുന്നത് സാരംഗി. സാരംഗി, ഓൾ ദി ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. എങ്ങനെയാണ് എക്സ്പീരിയൻസ്? പറയും. ഇവിടുന്ന് പോകുന്ന സമയത്ത് ഒറ്റ ഓടി, അവിടെ ചെന്നതിന് ശേഷം പിന്നെ വിടുന്നില്ല. അവിടെ എത്തിയപ്പോ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു. ഞാൻ 2 ബക്കറ്റ് നിറച്ചു. അല്ലേ? എന്താ പറ്റിയേ? അവിടെ പാളിപ്പോയി, തള്ളി വിട്ടു. ഞാൻ ആ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ വീണേ. എന്തായാലും ടീം എയിൽ നിന്ന് സവാരി മത്സരം രണ്ടാമത് വരുന്ന ലോല ഹൃദയാണ് സ്നേഹപൂർവ്വം പോയിട്ട് വാ. എന്തായാലും അവര് ലോലന്മാരാണെന്നുള്ളത് ഇപ്പൊ അറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ മത്സരത്തിൽ കഴിയുമ്പോൾ ഞാൻ ലോലനാവും. അതായത് തോറ്റു കഴിഞ്ഞാൽ എന്റെ ഹൃദയം പൊട്ടി പാളിപ്പോവും. അവൻ ഓൾവേസ് ലോലനാണ്. ഓക്കെ, അപ്പൊ എന്തായാലും സ്നേഹ, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ.
ടീമേ ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ ഓരോ ആളും കൊണ്ടുപോയിട്ട് കുറച്ച് കുറച്ച് നിറച്ചിട്ട് കയറി വരുന്നു. വെരി ഗുഡ് സ്നേഹ പറയൂ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളിയായി. എങ്ങനെയുണ്ട് ബാഹുബലി ചേട്ടന്മാര്? കുഴപ്പമില്ല, അധികം കുഴപ്പമില്ല. തള്ളിയില്ല. അവര് അതുകൊണ്ട് സ്നേഹക്കാള് ലോലയാണോ? വലിയ വലിയ ഇച്ചിരി കഠിന. ഇച്ചിരി നമ്മുടെ ലെവലിൽ എത്ര അല്ലേ? അടുത്തതായി ടീം എയിൽ നിന്ന് സവാരിഗിരി മത്സരത്തിന് പങ്കെടുക്കാൻ പോകുന്നത് ആതിരയാണ്. ആതിര, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. ഇവിടുന്ന് പറന്നു പോകുന്നുണ്ടോ? എന്തെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ? അവിടെ എടുക്കാൻ എന്താ വേണ്ടിയിട്ട് പ്രശ്നം? എന്താ തിരക്കി പറ്റിയത്? പിടിച്ചിട്ട് എന്താ ഓടുന്ന പോലെ പറ്റിയത്? ഉണ്ടായിരുന്നു. പെട്ടെന്ന് വെള്ളം നിറയ്ക്കാൻ വേണ്ടിട്ടുള്ള വെപ്രാളത്തിലങ്ങ് ഓടിയതാണ്. പക്ഷെ എനിക്ക് തോന്നി അവിടെ വായുകുളിക്ക് വെച്ചിട്ടുണ്ട് എടുക്കാൻ വേണ്ടിട്ട് ഓടിയതാണ്. ഈ പഴത്തൊലിയിൽ വഴുക്കി വീഴില്ലേ, അതുപോലെ ആയിരുന്നു വീഴുന്നത് അവിടെ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. അടിപൊളി. എന്റെ വീഴ്ചയാണോ എന്റെ ഓട്ടമാണോ? ഭയങ്കര നല്ല എൻജോയ് ചെയ്തു. ഒരു ചാൻസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും എൻജോയ് ചെയ്യും. അപ്പൊ ഒരു ചാൻസ് തരാം. കുറച്ച് നേരം ഒന്ന് മാറിയിക്കാം. എന്താണ്ട് പറയും. അടുത്ത് വീണ്ടും വരാൻ പോകുന്നു സാരംഗി. സാരംഗിയിലാണ് എന്റെ എല്ലാ പ്രതീക്ഷയും. സാരംഗി, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1. നമുക്ക് വെള്ളം കുറഞ്ഞു പോയി, ഇവൻ കണ്ണു വിട്ടു. അതിനുശേഷം നമുക്ക് പിന്നെ വെള്ളം നിറയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇനി പ്രതീക്ഷ സ്നേഹയിലാണ്. സ്നേഹ, വെള്ളം മേടിക്കോ? ആ ലോലം കുറച്ച് കഠിനായിട്ടുണ്ടോ? ഓക്കെ സ്നേഹ, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. ആതിര ഏറ്റവും ആതിര തൊട്ട് മുന്നേ പറഞ്ഞു ഒരു ചാൻസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പൊളിക്കുമെന്ന് പറഞ്ഞു. ആ ഒരു അതുകൊണ്ട് chance കൂടി വന്നിട്ടുണ്ട്. ആതിര കുറച്ച് റെസ്റ്റിൽ നിർത്തിക്കുകയായിരുന്നു. ആതിര, ഇനി നമ്മുടെ അവസാനത്തെ ഊഴമാണ്. ഇനി കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ ഇനി ആരുമില്ല ടീം എയിൽ നിന്ന്. ബാഹുബലി ആതിര വീണ്ടും വരവായി. ബാഹുബലി ഒന്ന് ഉറങ്ങിക്കോളൂ. ആതിര വരികയാണ്. ആതിര, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. ബോയിലെ സവാരിഗിരി മത്സരം ടീം എ അവർക്ക് സാധിക്കാവുന്ന വെള്ളം റൈറ്റ് സൈഡിലെ ബക്കറ്റിൽ നിറച്ചിരിക്കുകയാണ്. പലതുള്ളി പെരുവെള്ളം എന്ന് പറയെങ്കിലും പല തുള്ളികൾ ഇവർ നിറച്ചു, പക്ഷെ പെരുവെള്ളമായിട്ടില്ല. അത്രയും വെള്ളമുണ്ട്. അതിന് മേലെ എന്റെ ടീം നിറക്കും എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം. അതിന് മുന്നേ ഞങ്ങൾക്ക് സാധിച്ച വെള്ളം ഞങ്ങൾ നിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സന്തോഷം നമുക്ക് പങ്കിടാൻ വേണ്ടിയിട്ട് ഒരു മ്യൂസിക് പ്ലീസ്.
ഈ ആഘോഷം ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾ ഒന്ന് കാത്തിരിക്കൂ, ഞങ്ങളുടെ ഇടവേള എടുക്കുകയാണ്. This is Boing Boing. Have a short break. മിടുമിടുക്കുകളുടെ കിടിലൻ പ്രകടനങ്ങൾ കൊണ്ട് മനസ്സിൽ പ്രകമ്പനം സൃഷ്ടിക്കുന്ന ഷോ ദാറ്റ് ഈസ് ബോയിങ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. മിടുമിടിക്കൽ പ്രകമ്പനം കൊള്ളിക്കാൻ പോവുകയാണ്. ആ, അതായത് മിടുമിടുക്കി- ടീം ബി ആണോ അതോ പ്രകമ്പനം കൊള്ളിച്ച് കഴിഞ്ഞോ? ഇല്ല, കൊള്ളിക്കാൻ പോണം. കൊള്ളിക്കാൻ പോകുന്നേ ഉള്ളൂ. അതായത് ടീം എയുടെ ചെറിയ മിടുക്കികൾ ചെറിയൊരു പ്രകമ്പനം ദേ അത്രയും നിറച്ചു വെച്ചിട്ടുണ്ട്. ആ, okay. ഇനി ടീം ബിയുടെ ഒറിജിനൽ മിടുക്കികൾ വന്നിട്ട് ആ ബക്കറ്റ് നിറച്ചിട്ട് എക്സ്ട്രാ ബക്കറ്റ് വാങ്ങാൻ പോകുന്ന കാഴ്ചയാണ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അവരുടെ റിയാക്ഷനിൽ പ്രകമ്പനം ഞാൻ കൊണ്ടിരിക്കുകയാണ്. ഭീകര തള്ളല് തള്ളിയിട്ടുണ്ട്. നിങ്ങൾ തകർക്കരുത്. ഓക്കെ, നെഞ്ചിലടിച്ച് അത്രയും വലിയ തള്ളലാണ് തള്ളിയത്. ഇത്രയും ആൾക്കാർ ഇപ്പൊ നോക്കിക്കുന്നുണ്ട്. ടീം ബി പ്രകമ്പനം കൊള്ളിക്കാൻ വേണ്ടി പ്ലീസ് കം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പ്രകമ്പനം എന്നുള്ള വാക്കിന് അർത്ഥം അറിയോ? അറിയില്ല. അറിയില്ല. അത് മനസ്സിലായി. അതേതാണ് പറഞ്ഞു കൊടുക്കുക. എന്താണ് പ്രകമ്പനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ദിഗന്ധങ്ങൾ പൊട്ടുമാർ ഉച്ചത്തിൽ നിന്നൊക്കെ കേട്ടിട്ടില്ല. അതെന്താണ് ദിഗന്ധങ്ങൾ? എന്താണ് ദിഗന്ധങ്ങൾ? ഇവിടെ എന്താണ്? 4 ദിക്കും പൊട്ടുമാർ ഉച്ചത്തിൽ, അല്ലെങ്കിൽ 4 ദിക്കും പൊട്ടുമാർ അത്രയും ഇപ്പൊ വാശിയിൽ 4 ദിക്കല്ല. മനസ്സിലായി. ഓക്കെ, എങ്ങനെയുണ്ട് അവര് മത്സരം കഴിയുമ്പോൾ? അവിടെ കുറെ ചിരിക്കുന്നുണ്ട് ഞാൻ. ഭയങ്കര എന്താ പറയാ പേടിയുണ്ട്. സ്കോർ ചെയ്യണമെന്നുള്ളൊരു ആരെ പേടിയാണ്? ആ സൂര്യനെ- ഒരു പ്രകമ്പനം ഉണ്ട് മനസ്സിൽ. അവിടെ ഒരു വിജൃംഭിച്ച അവസ്ഥയിലിരിക്കുകയാണ്. എന്താണ്? ലിറ്റിൽ ഭയം. ഓ, പാവം പിള്ളേരെ, പാവം പിള്ളേരെ. ലിറ്റിൽ ഭയമേ വേണ്ട. Okay. ഇവിടെ ഇരിക്കുന്നതെല്ലാം ഉങ്ക തമ്പിങ്ക. ഓക്കെ, അவ்வளவுதான். ഇവിടെ വയനാട്ടിൽ നിന്ന് ആളിന് എന്തോ പറയുന്നുണ്ട്. എങ്ങനെയുണ്ട് ബാഹുബലി ബോയ്സ്? ശരി, പ്രകമ്പനം കൊള്ളിക്കാൻ വേണ്ടി സൂരജ് ടീം ബിയിൽ നിന്ന് ആരാണ് ആദ്യം വരുന്നത്? ടീം ബിയിൽ നിന്ന് ആദ്യത്തെ പ്രകമ്പനമായിട്ട് വരുന്നു വിമിഷ. വിമിഷ. വിമിഷ മൊത്തം ഒന്ന് പിടിച്ചേ. കൊണ്ടു. Okay, Vimisha, all the best. Your time starts now. 3, 2, 1, go. കളയില മുത്തേ. നല്ല പ്രകമ്പനം കൊണ്ട്. ഇതാണ് പ്രകമ്പനം. ഇപ്പൊ ശരിക്കും ഉണ്ട്. ഞങ്ങളുടെ വെള്ളം കലക്കാൻ നോക്കിയാണല്ലേ? ഇപ്പൊ മനസ്സിലായോ എന്താണ് പ്രകമ്പനം എന്ന് മനസ്സിലായോ? ഇപ്പം ശരിക്കും ആ, മനസ്സിലായി. ഇനി ഞാൻ പറയട്ടെ, ഇവിടെ പ്രകമ്പനം കൊള്ളിച്ച ആരതറിയോ? വിമിഷയാണോ ബാഹുബലി ബോയ്സ് ആണോ? ബാഹുബലി boys. ബാഹുബലി. അപ്പോഴും കുട്ടിക്ക് മനസ്സിലായി എടോ, പ്രകമ്പനം. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളാണ് കൊള്ളിക്കേണ്ടത്. പാടില്ല. Okay. ഞാനിത് നമുക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തള്ളിയത്, അവർക്ക് വേണ്ടിയിട്ടല്ല. പക്ഷെ ഏറ്റവും വലിയ പ്രകമ്പനം ഇതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴായിരുന്നു. ശ്ശേ. അടുത്ത പ്രകമ്പനം കൊള്ളിക്കാൻ ആരാണ് സൂരജ്? ആരാണ്? കൗസല്യ. കൗസല്യ. കൗസല്യ രാവിലെ ആണെന്ന് വിചാരിച്ചത് ആ ഒരു ആവേശത്തിൽ അങ്ങോട്ട് Okay, തുടങ്ങി. Kausalya, all the best. Your time starts now. 3, 2, 1, go. കളയக்கூടാതെ. എന്റെ ദൈവമേ, എല്ലാം പോയി. മുത്തേ കളയല, ബക്കറ്റ് വിടരുത്. ഇത് ബാഹുബലി എന്ത് ബാഹുബലിയാടാന്ന്? കൗസല്യ പറയും, ഹൗസ് ദ എക്സ്പീരിയൻസ്? Very bad experience. Very bad. ബാഡ് ആരാണ്? Little bad. For me it is very bad. No, no, no. But for him it is good. ഇനി മാമാന്ന് വിളിച്ച കുട്ടി ഇതാ വരാൻ പോവുകയാണ്. വീണ, all the best. Your time starts now. 3, 2, 1, go. രണ്ട് ബക്കറ്റ് കളഞ്ഞ മുത്തേ. നിറങ്ങിപ്പോ.
വീണ എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ല. വീട് പണ്ടാണ്. വീട് പണ്ടാരടങ്ങി. വീണ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അയ്യോ എന്ത് ഞങ്ങൾ പാവങ്ങളല്ലേ. പാവങ്ങളല്ലേ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അല്ല ഞാൻ ചോദിക്കുന്നത്, വീട്ടിൽ ബക്കറ്റ് വെള്ളമൊക്കെ എടുത്ത് ശീലമുണ്ടോ? കുറച്ചൊക്കെ. വീട് കംപ്ലീറ്റ് അങ്ങോട്ട് ചോന്നു. എന്റെ പ്രകമ്പനത്തിന്റെ പ്രതീക്ഷ കുറച്ച് കുറഞ്ഞു. എന്നാലും ഒരു പ്രതീക്ഷയോടെ വിമിഷയെ വിടുകയാണ്. വിമിഷ, all the best. Your time starts now. 3, 2, 1, go. അവിടെ കളയല പൊക്കി പിടിപ്പോ. അയ്യോ രണ്ടടി വേണേ കൊടുത്തോ, കുഴപ്പമില്ല. സൈഡിലേക്ക് ഇറങ്ങി, ഇപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങി. അതും തട്ടിയിട്ടില്ല. കൗസല്യ, all the best. Your time starts now. 3, 2, 1, go. Go. അവരെ തല്ലൽ പിന്നെ തല്ല. വീണോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മൈക്കൊന്നേ. ഞാൻ പ്രതീക്ഷിക്കണോ വേണ്ടയോ? അറിയില്ല. സന്തോഷം. എന്താ ചെയ്തോ? ഞാൻ ആദ്യം അവിടെ എത്തുമോ നോക്കട്ടെ എന്നാ കുട്ടി പറയുന്നത്. ഓക്കെ വീണ, all the best. Your time starts now. 3, 2, 1, go. പൊക്കിപ്പിടി. പോട്ടെ അപ്പുറത്തേക്ക്. സൂര്യ തുടക്കത്തിൽ പറഞ്ഞു ഭയങ്കര പ്രകമ്പനം കൊള്ളിക്കുന്ന പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. പക്ഷെ ഇവിടെ എനിക്കിപ്പോ തോന്നുന്നു വിജൃംഭിച്ച അവസ്ഥയിൽ നീ പ്രകമ്പനം കൊണ്ടിരിക്കുകയാണ്. പ്രകമ്പനം കൊണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ആ വാക്ക് എവിടുന്നോ വന്നാലും ഞാൻ ഖേദിക്കുന്നു. എന്നാലും ഇപ്പൊ അവിടെ പോയിട്ട് ഒരു ടൈ പൊസിഷൻ പോലെ ഫീൽ ചെയ്യുന്നു. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. നമുക്ക് ഡിറ്റക്റ്റീവ് ആയിട്ട് പോവാം. കുട്ടികളെ, നമ്മൾ പ്രകമ്പനം കൊള്ളിച്ചോ ഇല്ലയോ? കൊള്ളിച്ചു. ഉറപ്പ്, കോൺഫിഡന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പ്രകമ്പനം കൊള്ളിച്ചു. നിങ്ങൾക്ക് കിട്ടുന്നത് 300 പോയിന്റ്സ് ആണ്. വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, ഈ തകർത്തതിന് സൂരജിന്റെ പ്രകമ്പനത്തിനായിട്ടൊരു പാട്ടായാലോ? ഇവരുടെ പ്രകമ്പനം ഇവിടെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാണുന്ന പ്രേക്ഷകർക്കായിട്ട് ഇടവേളയുടെ സമയമാണ്. ദിസ് ഇസ് ബോയിങ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം. മത്സരങ്ങളുടെ രസം കൊണ്ട് കാണുന്നവരെ ചിരിപ്പിക്കുന്ന ഷോ, ദാറ്റ് ഈസ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. 300 പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ പ്രകമ്പനം കൊള്ളിച്ച പാട്ടൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ചു. ഇവർ ഇച്ചിരി വിഷമത്തിലായി പോയി. കാരണം ആ വിഷമമൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു മത്സരമാണ്. ആ മത്സരത്തിന്റെ പേരാണ് തലയണ മന്ത്രം.
തലയണ മന്ത്രത്തിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് ഇവിടെ തോറ്റുപോയതിന്റെ ദേഷ്യം മൊത്തം ടീം ബി എ അടിച്ച് പൊളിച്ച് തീർക്കാം. നമ്മൾ ഇവിടെയും പ്രകമ്പനം കൊള്ളിക്കില്ലേ? ഓക്കെ, ഇവിടെ പ്രകമ്പനം കൊള്ളിക്കുന്ന ആ ഗെയിം തലയണ മന്ത്രത്തിന്റെ ആചാരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കാണാം. ഒരു റോളിംഗ് ട്യൂബ് കാണാം, ഒരു റെഡ് ലൈൻ അവിടെ കാണാം, രണ്ട് സൈഡിൽ പില്ലോ അടിക്കിരിക്കുന്ന കാണാം. ടീം എയിൽ നിന്ന് ഒരാൾ വരുന്നു, ടീം ബിയിൽ നിന്ന് ഒരാൾ വരുന്നു, രണ്ടുപേർ രണ്ട് പില്ലോ ആയിട്ട് പോകുന്നു. അങ്ങനെ പില്ലോ ആയിട്ട് പോയിട്ട് ആ റെഡ് ലൈൻ ക്രോസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. റെഡ് ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 50 പോയിന്റ് കിട്ടി. ഇനി ഓപ്പോസിറ്റ് ടീമിനെ തള്ളിയിടുകയോ അല്ലെങ്കിൽ അവരുടെ തലയണ തട്ടിത്തെറിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 100 പോയിന്റ് കിട്ടും. ടോട്ടൽ 150 പോയിന്റ് നേടാൻ പറ്റുന്ന ഒരു റൗണ്ടാണ്. ടീം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളോട് ഗോ പറഞ്ഞതിന് ശേഷം മാത്രമേ പോകാവൂ. ഓക്കെ, ആ എല്ലാ ശുഭ പ്രതീക്ഷയോട് കൂടി ടീം എയിൽ നിന്ന് ഞാൻ ക്ഷണിക്കുന്നു സാരംഗി. ടീം ബിയിൽ നിന്ന് അഗൈൻ പ്രകമ്പനം കൊള്ളിക്കാനായി വരുന്നു വിമിഷ. ഓൾ ദി ബെസ്റ്റ് സാരംഗി ആൻഡ് വിമിഷ. Sarangi, all the best. Your time starts now. 3, 2, 1, go. സാരംഗി വിമിഷ ഒരു പൊരിഞ്ഞ പോരാട്ടമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ നിഷ്പ്രയാസം സാരംഗി വിമിഷയുടെ തലയണയും കളഞ്ഞു. ക്രോസ് ചെയ്ത് എന്താണ് പറ്റിയത്? അല്ല വിമിഷക്ക് കാര്യം പിടികിട്ടിട്ടില്ലേ? ശരിക്കും പിടികിട്ടിട്ടില്ല. പിടികിട്ടിട്ടില്ലേ? പിടികിട്ടി, തലയണ പിടികിട്ടില്ല. കളിയുടെ ആ ഒരു ആഘാതത്തില് തലയണ തകിടം മറിഞ്ഞു പോയി. സാരംഗി പറയൂ. പാവ ഞാൻ അടിച്ച് നല്ല ഓക്കെ, അങ്ങനെ ടീം എ ആണ് ആദ്യം റെഡ് ലൈൻ ക്രോസ് ചെയ്തിരിക്കുന്നത്. അവർക്ക് കിട്ടിയിരിക്കുന്ന 50 പോയിന്റ് മാത്രമല്ല, ഓപ്പോസിറ്റ് ടീമിന്റെ തലയണയും താഴെ പോയി. ടീം എ കിട്ടിയിരിക്കുന്ന ടോട്ടൽ 150 പോയിന്റ്. നല്ലൊരു കൈ പ്ലീസ്. അടിപൊളി. അപ്പൊ എന്തായാലും പാവമാണെന്ന് പറഞ്ഞു. അപ്പൊ വിഷമമായി. നിങ്ങൾ രണ്ടുപേരും വിഷമം മാറ്റാനായിട്ട് മുരുക മ്യൂസിക് പ്ലീസ്. തലയണ മന്ത്രത്തിന്റെ ഒന്നാമത്തെ റൗണ്ടിൽ ടീം എ 150 പോയിന്റ് നേടി. ടീം ബി പ്രകമ്പനം കൊള്ളിക്കാതെ 0 ആയിട്ട് തിരിച്ചു വന്നു. രണ്ടാമത് വീണ്ടും ആരൊക്കെയാണ് പ്രകമ്പനം കൊള്ളിക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ടീം എയിൽ നിന്ന് തലയണ മന്ത്രത്തിൽ പങ്കെടുക്കാൻ വരുന്നു സ്നേഹ. ടീം ബിയിൽ നിന്ന് Time starts now. 3, 2, 1, go. സ്നേഹക്ക് എന്താ പറ്റിയെന്ന് ഞാൻ പറയാം. അതായത് അപ്പുറത്തുനിന്ന് വീണയുടെ വരവ് കണ്ടപ്പോ ഒന്ന് ഭയന്നു പോയി അല്ലേ? എന്തോ ഒരു എലി തട്ടുമ്പുറത്തോട് ഓടുന്ന പോലല്ലേ വന്നത്? സ്നേഹ പറയൂ, എന്താ പറ്റിയേ? കുറച്ച് ക്ഷീണമായി പോയി. ഇത്രയും വാശിയേറിയ മത്സരം നടക്കുമ്പോൾ ഞാൻ ക്ഷീണിച്ചു പോയിരുന്നു. ഓക്കെ, എന്തായാലും ടീം ബി ആണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഓപ്പോസിറ്റ് ടീമിന്റെ തലയണയും പോയി, ആളും പോയി. അതുകൊണ്ട് ടീം ബി കിട്ടിയിരിക്കുന്ന 150 പോയിന്റ് ആണ്. ഗുഡ് ജോബ്. തലയണ മന്ത്രം മത്സരത്തിൽ രണ്ട് ടീം ഇപ്പോൾ ടൈ പൊസിഷനിലാണ്. ടീം എക്കും 150, ടീം ബിക്കും 150. ആരാണ് ഏത് ടീമാണ് ഈ ടൈ ബ്രേക്ക് ചെയ്ത് നമുക്ക് നോക്കാം. അതിനായിട്ട് ടീം എയിൽ നിന്ന് വരുന്നു ആതിര. ടീം ബിയിൽ നിന്ന് വീണ്ടും പ്രകമ്പനം കൊള്ളിക്കാൻ വരുന്നു കൗസല്യ. ഓൾ ദി ബെസ്റ്റ്. കൗസല്യ, ആതിര, all the best. Your time starts now. 3, 2, 1, go. പില്ലോട് ഇത് പറയണ്ട. എന്നെ അടിക്കണ്ട, ഞാൻ ചാടിക്കോളാം. കൗസല്യ, എന്താ പറ്റിയേ? ഓക്കെ, ആതിര പറയൂ. എനിക്ക് അധികം ജോലിയും പണിയൊന്നും എടുക്കേണ്ടി വരും. അതെ, അവള് വേഗം വീണ് സത്യം പറ, ആ വരവ് കണ്ടപ്പോ കുട്ടി പേടിച്ചതല്ലേ? എന്ത് പോക്കായിരുന്നത്? എന്തായാലും ആ കുട്ടിയുടെ പേടിയൊന്നും മാറ്റണം. നമുക്ക് ഒരു പാട്ട് വരാൻ പറയട്ടെ. അതിർത്തിയിൽ നിന്ന് ആദ്യം നമ്മുടെ ബോർഡർ ലൈൻ ക്രോസ് ചെയ്തിരിക്കുന്നത് ആതിരയാണ്. അതുകൊണ്ട് 50 പോയിന്റ് മാത്രമല്ല, നിഷ്പ്രയാസം അടുത്ത ആളുടെ തലയണ സ്വയം അങ്ങ് പോയി. അതുകൊണ്ട് 150 പോയിന്റ് ആണ് ടീം എ നേടിയിരിക്കുന്നത്. ആ കുട്ടി ആതിരയുടെ വരവ് കണ്ടൊന്ന് പേടിച്ചു. നമുക്ക് ആ പേടി മാറ്റാനായിട്ട് ഒരു മ്യൂസിക് പ്ലീസ്.
തലേണ മന്ത്രം മത്സരം അവസാനിക്കുമ്പോൾ ടീം എ ടോട്ടൽ നേടിക്കുന്ന 300 പോയിന്റ്സ് ആണ്. ടീം ബി നേടിയിരിക്കുന്നത് 150 പോയിന്റ് ആണ്. അങ്ങനെ ടോട്ടൽ 2 റൗണ്ടുകൾ കഴിയുമ്പോൾ ടീം ബി ഇപ്പൊ ലീഡ് ചെയ്യുന്നുണ്ട് 450 പോയിന്റ്. ടീം എ ടോട്ടൽ നേടിക്കുന്ന 300 പോയിന്റ്സ് തന്നെയാണ്. പക്ഷെ മത്സരത്തിന്റെ ഗതി മാറാൻ പോകുന്നത് ഏത് മത്സരത്തിലാണ്? എല്ലാം റെഡിയല്ലേ? അപ്പൊ താമരശ്ശേരി കാണുന്ന പ്രേക്ഷകരും റെഡിയാണ്. പക്ഷെ ഒരു നിമിഷം നിങ്ങളും പ്രേക്ഷകർ ഒന്ന് കാത്തിരിക്കും. ദിസ് ഈസ് ബോയിങ് ബോയിങ്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. വേൾഡ് കപ്പ് ക്രിക്കറ്റിന്റെ ആവേശം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തില് ഇവിടെ മത്സരങ്ങളുടെ ആവേശം തീർത്തുകൊണ്ട് ബോയിങ് ബോയിങ് മുന്നോട്ട് പോകുന്നു. വെൽക്കം ബാക്ക് ടു ദ ഷോ. രസക്കാഴ്ചകളും വീഴ്ചകളും ആഘോഷമാക്കുന്ന ആ മത്സരമാണ് വരാൻ പോകുന്ന. ആ മത്സരത്തിന്റെ പേരാണ് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം കയറാൻ റെഡിയല്ലേ? റെഡി. വെയിറ്റിംഗ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷനിലേക്ക് പോവാം. ഇനി താമരശ്ശേരി ചുരം കയറാനുള്ള സമയമാണ്. Your time starts now. 3, 2, 1, go. Good job, good job. Oh, good job. Good job, Kaushalya. Last 2 minutes. Good job, good job. Good winner, good winner, good winner. Last. Time out. ഇനി താമരശ്ശേരി ചുരം ഇറങ്ങാനുള്ള സമയമാണ്. പ്ലീസ് കം.
രസകരവും ആഘോഷവും നിറഞ്ഞ സാഹസികത നിറഞ്ഞിട്ടുള്ള മത്സരങ്ങളെല്ലാം അവസാനിക്കുന്ന സമയമാണ്. പക്ഷേ നിങ്ങൾ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ഏതാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്? താമരശ്ശേരി ചുരം. ഓക്കെ, അടുത്ത ആൾ പറയും. സ്നേഹ അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്തോ? എൻജോയ് ചെയ്തു. ഓക്കെ, ടീം ബിയുടെ എക്സ്പീരിയൻസ്. ഞങ്ങൾക്ക് ഒന്ന് അറുമാദിക്കണം. കാരണം നമ്മൾ പ്രകമ്പനം കൊള്ളിച്ച ആൾക്കാരാണ്. ഞാൻ ആദ്യം പ്രകമ്പനം എന്നുള്ള വാക്ക് പറഞ്ഞപ്പോ നിങ്ങളൊക്കെ എന്നെ പുച്ഛിച്ചു, കളിയാക്കി. ആ ഒരു വാക്കിലല്ലേ നിങ്ങൾക്ക് ആവേശം കിട്ടിയത്? വിമിഷ പറയൂ, വിമിഷ എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും ഭയങ്കര വീട്ടിൽ നിന്ന് ഇത് കണ്ടപ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. ഭയങ്കര രസമായിരിക്കും കയറാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാ ഭയങ്കര ടഫാണ്. എന്നാലും ഭയങ്കര തലവിട്ടതുണ്ടാ മൊത്തത്തിൽ ഇങ്ങനെ ചിട്ട ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അടുത്ത ആള് വീണ. വീണ 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 കയറി. വീണ പറയൂ. കേറാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ഞാനും വിചാരിച്ചില്ല. പറയട്ടെ വീണ്, എന്നാലും കേറാൻ പറ്റി. അങ്ങനെ ആവേശം നിറഞ്ഞ മത്സരം അവസാനിക്കുകയാണ്. ഇനി നമ്മുടെ മാർക്കിലോട്ട് കടക്കാം. മത്സരങ്ങൾ കഴിഞ്ഞു, ഡാൻസ് കഴിഞ്ഞു, ആഘോഷങ്ങളൊക്കെ ഇതേ കൊടിയിറങ്ങുന്നു. അപ്പോ ഇനി പ്രകമ്പനം കൊള്ളിച്ച മാർക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. റൗണ്ട് 1 സവാരി ഗിരിഗിരി കഴിഞ്ഞപ്പോ ടീം എ 0 ആയിരുന്നു. പക്ഷെ ടീം ബി പ്രകമ്പനം കൊള്ളിച്ചു 300 പോയിന്റ്സ്. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. ഇനി റൗണ്ട് 2ലേക്ക് വന്നപ്പോ ടീം എ പ്രകമ്പനം കൊള്ളിച്ചു 300 പോയിന്റ് ആൻഡ് ടീം ബി 150 പോയിന്റ്. നമ്മുടെ റൗണ്ട് 3 താമരശ്ശേരി ചുരത്തിലേക്ക് എത്തിയപ്പോ ഗതി അങ്ങനെ മൊത്തത്തിൽ മാറി പറഞ്ഞു. ടീം എ 400 പോയിന്റ് നേടിയപ്പോ ടീം ബി ശരിക്കും പ്രകമ്പനം കൊള്ളിച്ചു 600 പോയിന്റ്. അങ്ങനെ ടോട്ടലി മെഗാ പ്രകമ്പനമായിട്ട് ടീം ബി 1050 പോയിന്റ്. സൂപ്പർ. റണ്ണേഴ്സ് അപ്പായ ടീം എ നേടിയത് 700 പോയിന്റ്. വിന്നിംഗ് ടീമായിട്ടുള്ള ടീം ബിക്ക് കിട്ടുന്ന ഫോർവിഷ് മാട്രസ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. 3 പേർക്കുണ്ട് സമ്മാനങ്ങൾ. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. റണ്ണർ അപ്പ് ടീം ആയിട്ടുള്ള ടീം എക്ക് കിട്ടുന്ന ഓർബിസ് ക്രിയേറ്റീവ് സ്പോൺസർ ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. രസക്കാഴ്ചകളും ആഘോഷങ്ങളും ഇവിടെ അവസാനിക്കാനുള്ള സമയമാണ്. ഇന്നത്തെ മത്സരം തിമിർത്തു അടിച്ച് പൊളിച്ചിരിക്കുകയാണ്. ഈ മറ്റൊരു എപ്പിസോഡിൽ ഇതിലും ഗംഭീരമായിട്ടുള്ള കണ്ടസ്റ്റൻസും അടിപൊളി എപ്പിസോഡുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതാണ്. അതുവരെയ്ക്കും ദിസ് ഇസ് ബോയിങ് ബോയ്. ഇറ്റ്സ് മീ ദീപൻ സൈനിങ് ഓഫ്. And Suraj. Bye bye, good night, love you all.